ഞാനും അതെ കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു, പോകുന്നില്ലല്ലോ എന്നോർത്ത്. അത് നമുക്ക് വിൽക്കാനായിട്ട് ഇവൻ പറ്റിയില്ല. ബിസിനസ്സിൽ ഉണ്ടല്ലോ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടിട്ട് അത് നമുക്ക് നേരത്തെ കൊടുക്കാവുന്ന ഒരു വലിയൊരു എമൗണ്ടിന് കൊടുക്കാവുന്ന പറഞ്ഞു. അപ്പം അത് നമ്മളിങ്ങനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ അത് സാധിച്ചില്ല. അതാണ്, അതുകൊണ്ടിട്ട് കൊടുക്കാനായിട്ട് ഈവൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അന്ന് ഒരു വലിയ എമൗണ്ട് പ്രതീക്ഷിച്ചു, അതിനോട് അനുബന്ധിച്ചൊരു വില നമുക്ക് പറഞ്ഞതാണ്. അപ്പോൾ അത് കൊടുത്തില്ല. പിന്നെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ സിനിമ അത്രയും റിസൾട്ട് കിട്ടാത്ത സ്ഥിതിക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ നമുക്ക് വിലയൊട്ടും മാച്ചാവാത്ത കൊണ്ടിട്ട് അതങ്ങനെ നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കും. തീർച്ചയായിട്ടും ഇപ്പം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ലോ, ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ദിവസങ്ങളായിട്ട് സാന്ദ്ര തോമസിന് കുറെ ഇന്റർവ്യൂസ് വരുന്നു. സാന്ദ്ര തോമസ് അതിന് മറുപടി ഒരു ദിവസം പറഞ്ഞു. പക്ഷെ കഴിഞ്ഞ ദിവസം ജനകീയ കോടതിയിൽ സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേര് ഉൾപ്പെടെ കാര്യങ്ങൾ വിവാദത്തിലേക്ക് വീണ്ടും വരുന്നത്. ഇതുവരെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തലപ്പത്ത് ഇരിക്കുന്ന ആളെന്ന നിലയാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മറുപടി പറയുമെങ്കിൽ മാത്രമേ പറഞ്ഞാൽ മതി, അനുവാദത്തോട് ചോദിക്കുന്നു. കഴിഞ്ഞ ദിവസം സാന്ദ്ര പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റോ ജോസഫ് തട്ടിയെടുത്തു. അതേ പാത തന്നെയാണ് ലിസ്റ്റിന് ഇപ്പോൾ തുടരുന്നത്. ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് വന്നത്. അതേ പാതയിലേക്ക് ലിസ്റ്റ് മാറുന്നു തോന്നുന്നുവെന്ന് സാന്ദ്ര തോമസ് ജനകീയ കോടതിയിൽ ഒരു പരാമർശം ഉന്നയിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്, എന്താണ് അതിന്റെ സത്യാവസ്ഥ, എന്താണ് ഇങ്ങനെ സാന്ദ്ര പറയുന്നത്? അതായത് എന്താണ് ചോദ്യം? അതായത് ഞാൻ സിനിമ തട്ടിയെടുക്കുന്നു, ആ പാതയിലേക്ക് ലിസ്റ്റിൽ പോകുന്നു, അത് എന്താണ് ആൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ ഏതെങ്കിലും സിനിമകൾ എടുത്തുന്നാണോ? അതാണോ? ആ രീതിക്കാണ് ജനകീയ കോടതിയിൽ പറഞ്ഞത്. എന്താണ് അത്തരം ഒരു പരാമർശം ലിസ്റ്റിനെതിരാക്കി പരാമർശം? ലിസ്റ്റിന് അത് സമൂഹത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസറാണ്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രൊഡ്യൂസർ, ഇഷ്ടംപോലെ സിനിമ ചെയ്യുന്നു, അത്തരം ഒരു ആരോപണം വരികയാണ് ലിസ്റ്റിനെതിരെ. അല്ല, അങ്ങനെയല്ല. ഇപ്പം സാന്ദ്ര എൻ്റെ ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ആക്ച്വലി. ഇപ്പം ഇന്നലെ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പം ഇതിന് പറ്റത്തില്ലല്ലോ. നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷനിലുണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിലെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോൾ അതിൻ്റെ അകത്ത് അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഈവൻ ജാമ്യം എടുക്കും, SIT പോയി അതിന് ആൻസറൊക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിന് എഗനിസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു സംഘടനയാണ്, നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. അപ്പം എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസ്സാക്കാനോ അങ്ങനെ ഈവൻ പറ്റത്തില്ല. കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ്, പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ട്രഷററാണ്. അപ്പം എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു ബൈലോ ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും. ഇപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ 25,000 രൂപ വരെ ഫൈൻ ചിലപ്പോൾ ഇവനടപ്പിക്കും. അപ്പം നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ്. അപ്പം ഞാൻ എത്രയോ സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ 20,000 രൂപയും 25,000 രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട്. എന്നാൽ ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ്, ഞങ്ങളുടെ പൈസ കട്ട് ചെയ്തേക്കാം. ഞാനൊരു എക്സാമ്പിൾ ആട്ടോ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് ഈവൻ പറ്റത്തില്ല. കാരണം 21 അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവിൽ മൊത്തത്തിൽ. അതിൻ്റെ അകത്തൊരു പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, 2 വൈസ് പ്രസിഡന്റുമാരുണ്ട്, 2 ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട്. അപ്പം അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ്സിൽ ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പം ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് അത് ഈ 2 വർഷത്തെ ഒക്കെയാണ് ഈ ടീം വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരിക്കലും ഈ സാന്ദ്ര ആരോപിക്കുന്ന ഇപ്പം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പം ഇവൻ പറയുന്നുണ്ട്. ഇതിൽ എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത്? ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം, ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ. ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും റിപ്ലൈ ഇപ്പം ഇവനുണ്ടാവും.